ഉള്ളം കലങ്ങും പ്രയാസം വന്നാൽ ഉണ്ടെനിക്കഭയസ്ഥാനമൊന്ന്. ഉള്ളം കലങ്ങും പ്രയാസം വന്നാൽ ഉണ്ടെനിക്കഭയസ്ഥാനമൊന്ന്. ഉറ്റവർ സ്നേഹിതർ വിട്ടുപോം എന്നാലും ഉന്നതൻ മാറില്ല, കൈവിടില്ല. ഉറ്റവർ സ്നേഹിതർ വിട്ടുപോം എന്നാലും ഉന്നതൻ മാറില്ല, കൈവിടില്ല. പകരേണ്ട ഇടത്ത് അവൾ പകർന്നപ്പോൾ മറുപടിയുമായി ഒരുവൻ ഇറങ്ങി വന്നു. സ്തോത്ര, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവാത്മാവിൽ വിളിച്ചു പറയാം, ഹല്ലേലൂയ, നീ പറയേണ്ട ഇടത്ത് നിന്റെ വിഷയങ്ങൾ പറയുവാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി മറുപടിയുമായി ഇറങ്ങി വരുന്ന ഒരു ഉടമസ്ഥനുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. രണ്ട് വ്യവസ്ഥ പ്രകാരമാണ് ചിതറിപ്പോകുന്നത്. ഒന്ന് പുക പതറിപ്പോകുന്നത് പോലെ, മറ്റത് തീയിങ്കൽ മെഴുകുരുകുന്നത് പോലെ. ഒന്ന് പെട്ടെന്ന് നടക്കുകയാ. ഹല്ലേലൂയ. ഇപ്പൊ നിന്നെ ഇല്ലാതെയാക്കും എന്ന് പറഞ്ഞ് കാർമേഘം പോലെ ഉരുണ്ടു നിൽക്കുന്ന ഒരു അന്ധകാര മണ്ഡലം. ഹല്ലേലൂയ. എന്നാൽ ദൈവ സാന്നിധ്യം നിന്നിൽ എഴുന്നേറ്റപ്പോൾ ആ അന്ധകാര ശക്തികൾ മാറിപ്പോയി. എങ്ങനെയാ മാറിയത്? പുക പതറിപ്പോകുന്നത് പോലെ. അല്പം കഴിഞ്ഞപ്പോൾ ആ പ്രതികൂലം ഇല്ലെന്നേ, അല്പം കഴിഞ്ഞപ്പോൾ ആ പ്രയാസം ഇല്ലെന്നേ. സ്തോത്രം. മറ്റൊരവസ്ഥ എന്ന് പറയുന്നത് അല്പൽപമായി തീങ്കൽ മെഴുക് ഉരുകുന്നത് പോലെ നിന്നിൽ നിന്ന് പ്രയാസം മാറിപ്പോകുകയാണ്. ഇത് യഥാർത്ഥമായി നിന്നിൽ ദൈവമൊന്ന് എഴുന്നേറ്റാൽ മതി, നിന്നെ ദൈവമൊന്ന് ഓർത്താൽ മതി, നിന്നെ ദൈവമൊന്ന് കണ്ടാൽ മതി, അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അനുകൂലമായി ഒന്ന് എഴുന്നേറ്റാൽ മതി എന്ന്. ഹല്ലേലൂയ. അതിനെന്ത് ചെയ്യണം? 119:30 പറയുന്നു, വിശ്വസ്തതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് വ്യക്തിപരമായി എന്ത് ചെയ്യണം? 26-ാമത്തെ വാക്യം, എന്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമരുളി, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണം. എന്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമരുളി. നാം സേവിക്കുന്ന ദൈവം ഉത്തരമരുളുന്ന ദൈവമാണ്. അർത്ഥാൽ മറുപടി നൽകുന്ന ദൈവമാണ്. പക്ഷെ എന്ത് ചെയ്തപ്പോഴാണ് ഉത്തരമരുളിയത്? അത് നമ്മൾ പലപ്പോഴും ചെയ്യാറില്ല. അലഞ്ഞ് വലഞ്ഞ് തൊലഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും? പാസ്റ്റേ ഒന്ന് പ്രാർത്ഥിക്കണം. എന്നാ കാര്യം? അപ്പോഴാണ് കാര്യം പറയുള്ളൂ. സ്തോത്രം. ഏതെല്ലാം കാട്ടിക്കോട് ഓടാൻ പറ്റുമോ ആ കാട്ടിക്കോടൊക്കെ ഓടും. സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്, എന്റെ വഴികളെ ഞാൻ ദൈവത്തോട് വിവരിച്ചു പറഞ്ഞു. ആ ദൈവം എന്ത് ചെയ്തു? ഉത്തരമരുളി. നിങ്ങൾക്ക് തിരുവചനത്തിൽ നിന്ന് തന്നെ ചില മറുപടികൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമക്കളോട് ഇടപെടുന്നത് വ്യത്യസ്തമായ നിലകളിലാണ്. എന്നോട് ഇടപെടുന്നത് പോലെയല്ല നിങ്ങളോട് ഇടപെടുക, അല്ലെങ്കിൽ എന്നോട് ഇടപെടുന്ന പോലെ ആയിരിക്കില്ല ദൈവദാസനോട്, ദാസന്റെ കുടുംബത്തോട്, തലമുറകളോട് ഇടപെടുന്നത്. വ്യത്യസ്ത രീതിയിലായിരിക്കും. എന്നാൽ ആ ഇടപെടലുകൾ തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് തിരിച്ചറിയുന്ന ഒരു ദൈവ പൈതൽ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരില്ല. മനസ്സിലാകുന്നുണ്ടോ? ഒരു വ്യക്തിയെ നിങ്ങളുടെ മുൻപിൽ ഞാൻ പരിചയപ്പെടുത്തുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ അവിടെ
ഹന്നയെ കുറിച്ച് പറയുന്നത് കാണുവാൻ കഴിയും. സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്. 5-ാം വാക്യം വായിച്ച്. അവൻ ഹന്നയെ സ്നേഹിച്ചുകൊണ്ട് ഇരട്ടി ഓഹരി കൊടുത്തു, എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഭർത്താവ് അവളെ അതിയായി സ്നേഹിക്കുമ്പോൾ ദൈവം അവളുടെ ഗർഭഫലത്തെ എന്ത് ചെയ്തു? അടച്ചിരിക്കുക. വിചാരമാണ് അടച്ചത്. സ്വതന്ത്രം. എന്തിനു വേണ്ടി ദൈവം അത് ചെയ്തു? പലപ്പോഴും നമ്മൾ അത് ചിന്തിക്കാറില്ല. എന്നാൽ ദൈവിക പദ്ധതിയിലേക്ക് ഹന്ന എത്തുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ പോകുന്ന സമയത്ത് മുഴുവൻ ഒരു പ്രതിയോഗി അവളെ കുത്തിക്കൊണ്ടിരുന്നു. ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഒരു തീരുമാനം എന്ന് അവൾ എടുത്തുവോ അന്ന് വരെ ആ പ്രതിയോഗി കുത്തി. സ്തോത്രം. കുത്ത് കാണുമ്പോൾ ഇത് പോരാട്ടാണെന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? അതിന് ശാസിക്കും. ഇത് പോവോ? പോകില്ല. എന്താ കാരണം? ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു തീരുമാനം അവളുടെ ഹൃദയത്തിനകത്തെടുക്കുക എന്നുള്ളത് ദൈവിക പദ്ധതിയായിരുന്നു. ആ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് വായിച്ചത് അതിന്റെ 1-11 വാക്യം. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവന്റെ തലയിൽ ക്ഷൗരക്കത്തിൽ ഒതുകയും ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ നേർച്ച നേർന്നപ്പോൾ ഇവൾ ഭർത്താവിനോട് ചോദിച്ചോ? അപ്പൊ ഇവള് നേർന്ന നേർച്ച ഏകപക്ഷീയമായിട്ടല്ലേ? നമ്മളായിരുന്നെങ്കിൽ ചിലപ്പോ അതിന്റെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയേനെ. സ്വോത്രം. നമ്മളായിരുന്നെങ്കിൽ രണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കിയേനെ. സ്തോത്രം. എന്നാൽ അവളുടെ ഹൃദയത്തിലെ വേദന അവൾ ദൈവസന്നിധിയിൽ പകർന്ന് അവൾ പറയുന്ന വാക്കുണ്ട്, സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കണം. നിന്റെ വേദനയുടെ മുൻപിൽ, നിന്റെ പ്രയാസങ്ങളുടെ മുൻപിൽ ദൈവിക സന്നദ്ധയോട് ദൈവഹിതപ്രകാരം നീ അടുത്തു ചെന്നാൽ, അല്ലെങ്കിൽ നിന്റെ സങ്കടം കാണുന്ന, നിന്റെ വേദനകളെ അറിയുന്ന ഒരു ഉടമസ്ഥനുണ്ട് കുഞ്ഞേ. ആ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിച്ചാൽ, നിനക്ക് അനുകൂലമായതൊന്ന് ചലിക്കുവാൻ തുടങ്ങിയാൽ, ദൈവത്തെ കൊണ്ട് അസാധ്യമായത് ഒന്നും ഇല്ല എന്ന ഒരു ബോധ്യം നിന്നിൽ ഉണ്ടാകട്ടെ. ഈ കാലഘട്ടത്തിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ദൈവവചനം കേൾക്കും, അപ്പോൾ നമ്മൾ 100 ആരാധിക്കും. ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും? പതറിപ്പോകും, ചഞ്ചലപ്പെട്ടു പോകും. പലപ്പോഴും ആ പ്രയാസത്തിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടുകയാണ്. എന്തുകൊണ്ട്? നീ ആശ്രയിക്കുന്ന ദൈവമാരെന്ന്, നീ വിശ്വസിക്കുന്ന ദൈവമാരെന്ന്, നിന്നെ വിളിച്ച ദൈവമാരെന്ന്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തികൾ എങ്ങനെയെന്ന് അത് വേണ്ടതുപോലെ അറിയാത്തതാണ് അതിന്റെ കാരണം. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിൽ ആശ്രയിക്കുകയോ ഹല്ലേലൂയ യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, അതിന്റെ 20-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ അവളെ ഓർത്തു. അതിനു മുൻപിൽ പ്രാർത്ഥന കഴിഞ്ഞ് എലി പുരോഹിതൻ അവളോട് പറയുന്ന വാക്കുകളുടെ മുൻപിൽ അല്പം വേദനയും പ്രയാസമുണ്ടായെങ്കിലും പുരോഹിതനെ പ്രകാരം പറഞ്ഞു, ദൈവത്തോട് കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ.
അത് അവൾ ഹൃദയത്തിൽ ഏറ്റെടുത്തപ്പോൾ തിരുവചനം പറയുന്നത് പിന്നെ അവളുടെ മുഖം വാടിയില്ല. സ്തോത്രം. എപ്പോഴാണ് വാട്ടം തീർന്നത്? തലമുറ ലഭിച്ചപ്പോഴല്ല. സ്തോത്ര. ദൈവ ശബ്ദം കേട്ടപ്പോൾ, ഹല്ലേലൂയ, ദൈവാത്മാവ് അവളോട് ഇടപെട്ടപ്പോൾ അവരുടെ മുഖത്ത് നിന്ന് ആ വാട്ടം മാറിപ്പോയി. ദൈവ സാന്നിധ്യം അവരുടെ ഹൃദയത്തിനകത്ത്, ഹല്ലേലൂയ, വെളിപ്പെടുവാനിടയായി. ഇന്ന് പകലെന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിരാശപ്പെടുവാനല്ല നീ ദൈവസന്നിധിയിൽ വന്നത്. അല്ലെങ്കിൽ വേദനകളുണ്ടോ? ഉണ്ടെന്നേ. എന്നാൽ അതിന്റെ മാധ്യത്തിൽ പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന്, ഹല്ലേലൂയ, ആ ദൈവമാണ് നിന്നെ വിളിച്ചതെന്ന് ഒരു ഉറപ്പ് നിനക്കുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. വചനം പറയുന്നത് നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കുക, ഞാൻ അതിനെ നിറയ്ക്കും. ആമേൻ. ആര് നിറയ്ക്കും? ദൈവം നിറയ്ക്കും. ദൈവം നിറച്ചാൽ, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ചില പരാജയങ്ങൾ അത് വഴിമാറും, ചില പ്രതികൂലങ്ങൾ അത് വഴിമാറോ, ശത്രുവിന്റെ പദ്ധതികൾ മാറിപ്പോകോ, ദൈവഭക്തം വെളിപ്പെടുവാനിടയാകോ. അപ്രകാരം ഒരു അനുഭവത്തിന് ഉടമയാക്കി തീർക്കുവാൻ നീ പറയുന്നൊരു സ്തോത്രത്തിന്, നീ പറയുന്നൊരു സ്തുതിക്ക് വിലയുണ്ട് കുഞ്ഞേ. ആമേൻ. യഥാർത്ഥത്തിൽ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവ സാന്നിധ്യം, ആ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ നിനക്കെതിരെ നിൽക്കുന്ന ശത്രു കിടുകിട വിറയ്ക്കാൻ തുടങ്ങും. യഥാർത്ഥമായി ദൈവ സാന്നിധ്യത്തിൽ നീ ഒരു സ്തോത്രം പറഞ്ഞാൽ, ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ, അന്ധകാര ശക്തി നിന്നെ വിടുകയില്ലെന്ന് പറയുന്ന ദുഃഖാത്മമണ്ഡലം അത് വഴിമാറുവാൻ തുടങ്ങും, അത് തകരുവാൻ തുടങ്ങും, നിന്നെ വിട്ട് ഓടിപ്പോകും. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, സ്തോത്രം പറയുന്നത് ഉറക്കെ ആരാധിക്കുന്നത് പിശാചിന് വലിയ ബുദ്ധിമുട്ടാണ്. നീ മൂലക്കിരുന്ന് നേരം എടുത്ത് വൈകുന്നേരം വരുന്നു, അവനൊരു പ്രശ്നവുമില്ല. എന്നാ നീ കൈയടിച്ച് ഉച്ചത്തിലൊന്ന് ദൈവത്തെ ആരാധിക്കേ. അടുത്തുള്ളമെന്ന് പറയും, എന്തോ അവിടെ പരിപാടി? സ്തോത്രം. നമ്മൾ ആരാണ്? നമ്മെ വിളിച്ചത് എന്തിനാണ്? ദൈവത്തിന് പകരമായി ഇവിടെ നിൽക്കുവാൻ വേണ്ടിയാ. വിശ്വസ്തയോടുകൂടെ നിൽക്കുവാൻ നാം തയ്യാറായാൽ നമ്മോട് കൂടെ ഒരുവനുണ്ടാകും. ആ ദൈവ സാന്നിധ്യം ഉള്ളിടത്തോളം നീ ലജ്ജിച്ചു പോകില്ല കുഞ്ഞെ. ഒരുപക്ഷെ പ്രയാസങ്ങൾ ഉണ്ടാകാം, അതിന് മുമ്പിൽ ധൈര്യത്തോടെ പറയണോ, ശത്രുവായ പൈശാചികനോട് പറയണോ, ഈ പൈശാചിക ശക്തിയെ നിനക്കെന്നെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. എന്റെ കർത്താവ് എന്റെ കൂടെയുള്ളിടത്തോളം ഒരു ശക്തിക്കോ, ഒരു പ്രയാസത്തിനോ, ഒരു പ്രതികൂലത്തിനോ എന്നെ തളർത്തുവാൻ, തകർത്തുവാൻ കഴിയില്ല. സ്തോത്ര. ആമേൻ. അത് പറയാൻ ഒരു തന്റെ ഇടം ഉണ്ടാകണം. ആ തന്റെ ഇടമുണ്ടെങ്കിൽ വിചാരിച്ച് ചെയ്യും. സ്തോത്രം. ആമേൻ. അപ്പോൾ ഹന്നയുടെ ജീവിതത്തിൽ അവൾ എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു. എത്ര നാളുകൾ ഇവൻ ദൈവാലയത്തിൽ പോയെന്ന് വേദപുസ്തകം പറയുന്നില്ല, പക്ഷേ ആണ്ടിലൊരിക്കൽ പോയിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. അപ്പോൾ വർഷങ്ങളായി ഈ വേദനയോടുകൂടെ അവൾ ദൈവാലയത്തിൽ പോകുകയാണ്. എന്നാൽ ഹൃദയത്തിനകത്ത് ഉറച്ചൊരു തീരുമാനമെടുത്തപ്പോൾ, ഹല്ലേലൂയ, നമ്മൾ വായിച്ച കുറിവാക്യം മറക്കരുത്, എന്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ അവൻ എനിക്ക് ഉത്തരമരുളി. സ്തോത്ര. ഹല്ലേലൂയ. വിവരിച്ച് ദൈവത്തോടാണ് പറയേണ്ടത്, നാട്ടുകാരോടല്ല. സ്തോത്ര. മറ്റുള്ളവരോടല്ല നീ വിവരിക്കേണ്ടത്,
നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതലെങ്കിൽ ദൈവസന്നദ്ധയിൽ ഹല്ലേലൂയ അതിന്റെ വിഷയങ്ങളെ പറയേണ്ടതുപോലെ പറഞ്ഞു കൊടുത്താൽ നിന്നോട് മറുപടിയുമായി ഇറങ്ങി വന്ന് സംസാരിക്കുന്ന ഒരു ഉടമസ്ഥരുണ്ടെന്ന് അവളെ ഓർത്തതായ ദൈവ സാന്നിധ്യം. ശമൂവേലിന്റെ പുസ്തകം തന്നെ 3:19-20 പറയുന്നു, എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അടുത്ത പദം ശ്രദ്ധിച്ച് നിങ്ങൾ, അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. സ്തോത്രം. ദാൻ മുതൽ ബേർഷേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. ഈ ഒരു വ്യക്തിത്വത്തെ ഇസ്രായേൽ ജനത്തിന് കൈമാറ്റം ചെയ്യുവാനാണ് ഹന്നയുടെ ജീവിതത്തിൽ പ്രയാസമുണ്ടായത്. സ്തോത്രം. ദൈവം അവളെ ഓർത്തപ്പോൾ അവൾക്ക് ഒരു തലമുറ മാത്രമല്ല, അതിനുശേഷം വീണ്ടും തലമുറകൾ ഉണ്ടായി എന്ന് വചനം പറയുന്നുണ്ട്. അവളുടെ നിന്ദയെ തുടച്ചു മാറ്റി, അവളുടെ പ്രതിയോഗിക്ക് മറുപടി നൽകി. ആര് നൽകി? ദൈവം നൽകി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഹല്ലേലൂയ, മറുപടി പറയേണ്ടത് നമ്മളല്ല, പക്ഷെ അത് സഹിക്കേണ്ടത് നമ്മളാണ്. എന്നാൽ വചനം പറയുന്നു, ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടരുത്, പ്രതികാരം എനിക്കുള്ളതാണ്, ഞാൻ പകരം വീട്ടും. ഹല്ലേലൂയ. ദൈവകരം ചലിക്കുവാൻ തുടങ്ങിയാൽ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തുടങ്ങിയാൽ അവിടെ പിന്നെ എന്തില്ല? ഒരു മയവും ഇല്ല കേട്ടോ. ഹല്ലേലൂയ. വചനം പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവേൻ, ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകില്ല. ദൈവകരം പ്രതികൂലമായി ചലിച്ചാൽ അതിൽ നിന്ന് വിടുവിക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ല കേട്ടോ. എന്നാൽ ദൈവകരം അനുകൂലമായി ചലിച്ചാലോ ഒരു ശക്തിക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. സ്തോത്രം. പ്രതികൂലമായി ചലിച്ചാൽ ഒരു വ്യക്തിക്കും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. അനുകൂലമായി ചലിച്ചാൽ ഒരു വ്യക്തിക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. വേദപുസ്തകം വളരെ കൃത്യതയോടുകൂടെയാണ് വളരെ വ്യക്തമായി ഒന്നായി വിവരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നാം ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആ ദൈവമായിട്ടാണ് നമുക്ക് ബന്ധമുള്ളത്. ആ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ മുൻപോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. 32-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. അപ്പോൾ ഹല്ലേലൂയ, നമ്മെ ഉപദേശിച്ച്, സ്തോത്രം. ശ്രദ്ധിച്ചേ, ഒരു വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക, പെട്ടെന്ന് ദൈവാത്മാവ് പറഞ്ഞു, മോനെ നീ ആ വഴി കൂടെ പോകരുത്. ദൈവശബ്ദം കേൾക്കുന്നവരാകണം കേട്ടോ. സ്തോത്രം പറഞ്ഞ് സൂത്രം കാണിച്ച് നടന്നു കഴിഞ്ഞാൽ ദൈവശബ്ദം കേൾക്കാൻ പറ്റില്ല. ഉണക്കമീൻ കയ്യിലുണ്ടെങ്കിൽ ദൈവശബ്ദം കേൾക്കാൻ പറ്റില്ല. സ്തോത്രം. ദൈവമായുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യുന്ന ഒരു ദൈവ പൈതൽ യഥാർത്ഥമായി ദൈവശബ്ദം കേൾക്കാൻ കഴിയും. അപ്പോൾ നമ്മളൊരു വഴി കൂടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ദൈവാത്മാവ് പറയുകയാണ്, നീ ആ വഴിയിൽ മുന്നോട്ട് പോകരുത്, ഇന്ന വഴിയിലൂടെ പോ. സ്തോത്രം. ആ വഴിയിലൂടെ പോകുമ്പോൾ നമ്മൾ എത്തേണ്ട സ്ഥാനത്ത് എത്തുവാൻ കഴിയും. എന്നാൽ അല്പം കഴിഞ്ഞിട്ടായിരിക്കും ഇന്ന സ്ഥലത്ത് ഇന്നമാതിരി ഒരു ആപത്തുണ്ടായിരുന്നു എന്ന് പിന്നീട് അറിയുന്നത്. സ്തോത്രം. ആ വഴി മാറ്റിവിട്ട ദൈവ സാന്നിധ്യം അവിടെ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, നിനക്ക് നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് എന്ത് ചെയ്യും? കാണിച്ചു തരും. ദൃഷ്ടി വെച്ച്. അപ്പോൾ ഒരു ദൈവ പൈതലിന്റെ മേൽ ആരുടെ ദൃഷ്ടിയുണ്ട്? ഉണക്കമീൻ കയ്യിലുണ്ടെങ്കിൽ ദൈവത്തിന്റെ ദൃഷ്ടി കാണുമോ? കുനിട്ടും കുന്നായ്മയുണ്ടെങ്കിലോ? ആമേൻ.
അപ്പോൾ ദൈവിക ബന്ധത്തിൽ ഒരുവൻ യാത്ര ചെയ്താൽ വളരെ വ്യക്തമാണ്, ഓരോ ദൈവ പൈതലും ഈ ബന്ധത്തിന് ഉടമയാകണം. ദൈവശബ്ദം കേൾക്കുന്ന വ്യക്തിയായി മാറണം. വളരെ കൃത്യതയോടുകൂടെ കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, ഞാൻ അവയെ അറിയും, അവ എന്നെ അനുഗമിക്കും. സ്തോത്രം. ഈ ദൈവശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തിത്വമായി മാറണം. ആമേൻ. അങ്ങനെ ഒരു അനുഭവത്തിന് ഉടമയാകണമെന്നേ. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിന്റെ ദാനമായുള്ള ഒരു ദൈവിക ബന്ധമാണ്. ഒരു ദൈവവൈകൽ അത് അനുഭവിപ്പാൻ കഴിയുന്നില്ല എങ്കിൽ കർത്താവിനോട് മറ്റുള്ള വിഷയങ്ങളല്ല പറയേണ്ടത്. കർത്താവിനോട് പറയണം, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ പര്യാപ്തമായ നിലവാരത്തിൽ എന്നെ പണിയണമെന്ന്, എന്നെ ഒരുക്കണമെന്ന് ഹൃദയം നുറുക്കത്തോടെ വേദനയോടെ ദൈവവൈകലേ നീ പറയുവാൻ ഇടയായാൽ, ഹല്ലേലൂയ, നിന്നോട് ഇടപെടുന്ന, നിന്നോട് സംസാരിക്കുന്ന, നിന്റെ അടുക്കൽ വന്ന് തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന ഒരു പ്രാണപ്രിയനാണ് നാം സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൾ കരുള, പാത്രത ഏതുമില്ല, നിന്റെ കൃപ എത്ര വിചിത്രമാവോ. സ്തോത്രം. ആ മഹത്വമുള്ള പദവി നമ്മുടെ യാത്രയിൽ ഒരുപക്ഷെ നമ്മുടെ ഭാര്യ കാണില്ല. ഭാര്യ യാത്ര ചെയ്യുന്ന വഴിയിൽ ഒരുപക്ഷെ ഭർത്താവ് കാണില്ല. പക്ഷെ ആര് കാണും? ബന്ധമുണ്ടെങ്കിൽ ഏത് സ്ഥാനത്തായിരുന്നാലും നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്കാലോചന പറഞ്ഞു തരുന്ന, ഒരു പ്രതികൂല സാഹചര്യത്തിൽ ഭയപ്പെടേണ്ടെന്ന് പറയുന്ന, ഒരു പ്രതികൂല സാഹചര്യത്തിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്ന, ഒരു പ്രതികൂല സാഹചര്യത്തിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുന്ന, ഒരു പ്രതികൂല സാഹചര്യത്തിൽ മോനെ ഞാൻ നിനക്ക് വേണ്ടി കരുതുമെന്ന് പറയുന്ന ഒരു പ്രാണപ്രിയന്റെ സാന്നിധ്യം ഒരു ദൈവ പൈതലിന് അനുഭവിപ്പാൻ കഴിയുമെന്നുള്ളത് ഒരു സത്യമാണ് കേട്ടോ. 33:18 ഒരു വ്യവസ്ഥ പറയുന്നുണ്ട്. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. ആരുടെ മേലെ ഇരിക്കുന്നേ? ഭക്തന്മാരുടെ മേലെന്ന് പറഞ്ഞു വിട്ടുപോകണ്ട. അടുത്തത് പറ, ദയക്കായി. നമ്മുടെ മിടുക്കുകൊണ്ടല്ല, ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ കരുണയാണ്, അവന്റെ ദയയാണ്. സ്തോത്രം. അതനുഭവിപ്പാൻ കഴിയണമെങ്കിൽ ഒരു താഴ്മയുള്ള ഹൃദയത്തിന് ഉടമയായി നമ്മൾ മാറണം. സ്തോത്രം. അപ്രകാരം മാറുവാൻ തയ്യാറായാൽ ആ ദൈവിക ദൃഷ്ടി, ഹല്ലേലൂയ, നമ്മുടെ മേൽ സദാ ഉണ്ടാകും എന്ന് സ്തോത്രം ദൈവാത്മാവ് പറയുകയാണ്. ഹന്നയുടെ ജീവിതത്തിൽ അവൾ ദൈവസന്നിധിയിൽ തന്റെ ഹൃദയത്തെ പകർന്നപ്പോൾ, എപ്പോൾ അവളുടെ ഹൃദയത്തെ പകർന്നപ്പോൾ, അന്ന് വരെ അവൾ പകർന്നില്ല. വേദനയും കൊണ്ട്, കരഞ്ഞും കൊണ്ട്, പട്ടിണി കിടന്നും കൊണ്ട് നടന്നു. യഥാർത്ഥമായി കണ്ണുനീരോടെ തന്റെ ഹൃദയത്തിലുള്ള സകലതും അവൾ പറയുന്നൊരു വാക്കുണ്ട് ഏലി പുരോഹിതനോട്, മനോവ്യസനമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ, എന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയായിരുന്നു. പകരേണ്ട ഇടത്ത് അവൾ പകർന്നപ്പോൾ മറുപടിയുമായി ഒരുവൻ ഇറങ്ങി വന്നു. സ്തോത്ര. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവാത്മാവിൽ വിളിച്ചു പറയാം, ഹല്ലേലൂയ, നീ പറയേണ്ട ഇടത്ത് നിന്റെ വിഷയങ്ങൾ പറയുവാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി മറുപടിയുമായി ഇറങ്ങി വരുന്ന ഒരു ഉടമസ്ഥനുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. രണ്ട് വ്യവസ്ഥ പ്രകാരമാണ് ചിതറിപ്പോകുന്നത്. ഒന്ന് പുക പതറിപ്പോകുന്നത് പോലെ, മറ്റത്
തീയിങ്കൽ മെഴുകുരുകുന്നത് പോലെ ഒന്ന് പെട്ടെന്ന് നടക്കുകയാ. ഹല്ലേലൂയ. ഇപ്പൊ നിന്നെ ഇല്ലാതെയാക്കും എന്ന് പറഞ്ഞ കാർമേഘം പോലെ ഉരുണ്ടു നിൽക്കുന്ന ഒരു അന്ധകാര മണ്ഡലം. ഹല്ലേലൂയ. എന്നാൽ ദൈവ സാന്നിധ്യം നിന്നിൽ എഴുന്നേറ്റപ്പോൾ ആ അന്ധകാര ശക്തികൾ മാറിപ്പോയി. എങ്ങനെയാ മാറിയത്? പുകപതറി പോകുന്നത് പോലെ. അല്പം കഴിഞ്ഞപ്പോൾ ആ പ്രതികൂലം ഇല്ലെന്നേ, അല്പം കഴിഞ്ഞപ്പോൾ ആ പ്രയാസം ഇല്ലെന്നേ. സ്തോത്രം. മറ്റൊരവസ്ഥ എന്ന് പറയുന്നത് അല്പൽപമായി തീങ്കൽ മെഴുക് ഉരുകുന്നത് പോലെ നിന്നിൽ നിന്ന് പ്രയാസം മാറിപ്പോകുകയാണ്. ഇത് യഥാർത്ഥമായി നിന്നിൽ ദൈവം ഒന്ന് എഴുന്നേറ്റാൽ മതി, നിന്നെ ദൈവം ഒന്ന് ഓർത്താൽ മതി, നിന്നെ ദൈവം ഒന്ന് കണ്ടാൽ മതി, അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അനുകൂലമായി ഒന്ന് എഴുന്നേറ്റാൽ മതി എന്ന്. ഹല്ലേലൂയ. അതിനെന്ത് ചെയ്യണം? 119:30 പറയുന്നു, വിശ്വസ്തതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് വ്യക്തിപരമായി എന്ത് ചെയ്യണം? വിശ്വസ്തതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്റെ വിധികളെ എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ ദൈവവചന വ്യവസ്ഥ പ്രകാരം ദൈവവചനത്തോട് ചേർന്ന് യാത്ര ചെയ്യണം. അപ്രകാരം യാത്ര ചെയ്യുവാൻ നമ്മൾ തയ്യാറായാൽ, സ്തോത്രം, മറന്നു പോകരുത്, വേദന ആരുടെ അടുക്കൽ പകർന്നു? മറുപടി കിട്ടിയോ? അപ്പൊ ദൈവസന്നിധിയിൽ പകർന്നാൽ കിട്ടുവോ? ഉറപ്പുണ്ടോ? കുറിപ്പിന്റെ ഉറപ്പാണോ? സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഒന്ന് ഉറയ്ക്കണം. ഉറച്ച് ദൈവത്തോട് ചോദിക്കണം, നാട്ടുകാരോടല്ല, ദൈവത്തോട് ചോദിക്കണം, ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഇന്ന വിഷയമുണ്ട്, അതിന് ഞാൻ എന്ത് ആണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി നൽകും. ഞാൻ എൻ്റെ അനുഭവങ്ങൾ നിങ്ങളോട് എത്രയോ പറഞ്ഞിട്ടുണ്ട്. ദൈവാത്മാവ് നൽകുന്ന നിർദ്ദേശം നമ്മൾ അനുസരിക്കാൻ തയ്യാറായാൽ ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെടും. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കൊണ്ട് കഴിയാകുന്നത് മുഴുവൻ ചെയ്യും, അവസാനമേ എന്ത് ചെയ്യുള്ളൂ? നമ്മൾ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പ് വിലപ്പെട്ടതാണ്. അവിടെയാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്? പരാജയപ്പെടുന്നത്. യാക്കോബിന്റെ ലേഖനത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ചില വാക്കുകളുണ്ട്. ഇരു മനസ്സുള്ളവൻ തൻ്റെ വഴികളിൽ ഒക്കെയും അസ്ഥിരനാണ്. അടുത്ത പദമാണ് വേദന. അവൻ ദൈവത്തിൽ നിന്ന് വല്ലതും പ്രാപിക്കുമെന്ന് ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. അത് വേണോ, ഇത് വേണോ, അങ്ങനെ വേണോ, ഇങ്ങനെ വേണോ? അത് ചെയ്താൽ എന്താ? പിറ്റേ ദിവസം അത് വിട്ടു. ഇത് ചെയ്താൽ എന്താ? പിറ്റേ ദിവസം അതും വിട്ടു. ഒന്നുമില്ല കയ്യില്. സ്തോത്രം. അതല്ല, സ്ഥിരതയോടെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ സന്നദ്ധനാകുമ്പോൾ അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവകരമുണ്ട്. നീ എടുക്കുന്ന തീരുമാനം വിലപ്പെട്ടതാ. അതൊരു പക്ഷേ മാനുഷിക രീതിയിൽ ചെറുതെന്ന് തോന്നാം, എന്നാൽ അത് ചെറുതല്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവിക ബന്ധത്തിൽ എടുക്കുന്ന ഏത് തീരുമാനവും അത് വിലപ്പെട്ടതാണ്. ഹല്ലേലൂയ. അതിന്റെ മുൻപിൽ മറുപടി ഉണ്ടോ? ഉണ്ടെന്നേ. വചനം അതല്ലേ പറയുന്നത്? അവങ്കിലേക്ക് നോക്കിയവർ അവരുടെ മുഖം ലജ്ജിച്ചു പോയെന്നാണ് പറയുന്നേ. അത് ഏത് വിഷയത്തിന് വേണമെങ്കിലും എന്ത് ചെയ്യാം? അത് ദൈവമുഖത്തേക്ക് നോക്കാം. ദാവീദ് നോക്കിയത് രക്ഷപ്പെടാൻ ഇനി സാധ്യതകളൊന്നും ഇല്ല എന്നുള്ള ഒരു ചിന്ത അവനെ ഭരിച്ചപ്പോഴാണ് അവങ്കിലേക്ക് അവൻ നോക്കിയത്. വേദപുസ്തകത്തിൽ എഴുതിയത് കൊണ്ട് ഞാൻ അത് വിശ്വസിക്കുന്നതാ.
രാജാവ് നോക്കിയപ്പോൾ അവൻ ഭ്രാന്തനായി നിൽക്കുകയാ. സ്തോത്രം. പ്രജകൾ നോക്കുമ്പോൾ അവൻ ഇസ്രായേലിലെ രാജാവാണെന്നുള്ള ബോധ്യത്തോടെ അവർ കാണുകയാണ്. രണ്ടും വ്യത്യസ്തമായ നിലയിൽ ദൈവം തന്റെ ഭക്തന് വേണ്ടി പ്രവർത്തിച്ച പ്രവൃത്തി. ആമേൻ, ഹല്ലേലൂയ. എങ്ങനെ പ്രവർത്തിച്ചു? അതാണ് ദൈവമുഖത്തേക്ക് നോക്കിയാൽ നിനക്ക് വേണ്ടി മറ്റുള്ളവർ എന്തുമാകട്ടെ, ഒരുപക്ഷെ ഹല്ലേലൂയ അതേ പ്രയാസം ഉണ്ടായിട്ട് ഒരു വ്യക്തി തകർന്നു പോയിട്ടുണ്ടാകാം, അത് ചൂണ്ടിക്കാണിക്കാൻ ആളുകൾ ഉണ്ടാകാം. എന്നാൽ അതിന്റെ മധ്യത്തിലാണ് പറയുന്നത്, എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കൂ. എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ വെളിപ്പെടും. നിരാശയുടെ വാക്കുകളല്ല, ഉറപ്പിന്റെ, ധൈര്യത്തിന്റെ, പ്രത്യാശയുടെ വാക്കുകൾ നിന്റെ ആദരത്തിൽ നിന്ന് പുറത്തു വന്നാൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവ പ്രവൃത്തി വെളിപ്പെടും. കുഞ്ഞേ, സ്തോത്രം. ആ തീരുമാനം ഉറച്ചതായിരിക്കണം. ദൈവം അതിനായി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. പരിശുദ്ധ ദൈവമേ, മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്രം. ഈ വചനത്തിന്റെ ശക്തിയും മഹത്വവും ഞങ്ങളിൽ വെളിപ്പെടുത്തണം. ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയ ദൈവം. സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ അവൻ എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് ഉത്തരമരുളുന്ന ദൈവമാണ്, മറുപടി നൽകുന്ന ദൈവമാണ്, അവിടുന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ കാണുവാനിടയാകട്ടെ, ഞങ്ങളുടെ കുടുംബത്തിൽ കാണുവാനിടയാകട്ടെ, വ്യക്തിപരമായി വ്യക്തികളിൽ കാണുവാനിടയാകട്ടെ. അത് ഈ ദേശത്ത് വെളിപ്പെടട്ടവരെ പ്രവൃത്തിയായി അവിടുന്ന് വെളിപ്പെടും. കേൾവിക്കാരെ അനുഗ്രഹിക്കും. മഹത്വം കർത്താവിന്. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.